അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും നമുക്ക് വലിയ ടെൻഷനുകളൊക്കെ വരാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ തളർന്നു പോകുന്ന അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പഠന മേഖലയിലാണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും പലയിടത്തും നമുക്ക് വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നതായ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ചിലപ്പോൾ ഒരു ആശ്വാസവാക്ക് മറ്റൊരാൾ പറയുമ്പോൾ വലിയ സന്തോഷം തോന്നാറുണ്ട്. അല്ലെങ്കിൽ ചെറിയൊരു മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുമ്പോൾ, മൊബൈൽ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ഷോർട്സിൽ അങ്ങനെ എന്തെങ്കിലും മോട്ടിവേഷൻ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേക ഒരു പുനർജീവനം ഉണ്ടാകാറുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ ഖുർആനും ഹദീസിലും പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു ആശ്വാസമാണ്, ഒരു തണുപ്പാണ്. അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലാഹ മഅന, തീർച്ചയായും അല്ലാഹു തആല നമ്മോട് കൂടെയുണ്ട് എന്ന് പറയുന്ന ആശ്വാസവാക്ക് കേൾക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറൊന്നിനും കിട്ടാനില്ല. തവക്കൽതു അലല്ലാഹ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം വേറൊന്നിനും കിട്ടൂല. അപ്പോൾ നമ്മുടെ മനസ്സ് തകർന്നു പോകേണ്ട മനസ്സല്ല. അപ്പോൾ നമ്മുടെ ജീവിതം പിന്നെയും പിന്നെയും ഗമിക്കാനുള്ളതാണ്. എന്തെങ്കിലും ഒരു പ്രയാസം വന്നതിൻ്റെ പേരിൽ പിന്നിട്ട് പോയാൽ നമ്മുടെ ജീവിതം തകർന്നു പോകുമല്ലോ. നമ്മുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. പിന്നെ ആത്മഹത്യയുടെ വക്കീലാണ് നമ്മൾ ചെന്നെത്തുക. അതിനൊന്നും മനസ്സ് കൊടുക്കരുത്. അല്ലാഹു തആല കാക്കുമാറാകട്ടെ. നമ്മുടെ മനസ്സിന് വിഷമം വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളെല്ലാം ചെയ്യുന്നതുമാണ് നിസ്കാരം. 5 വഖത്ത് നിസ്കാരം നമ്മൾ കറക്റ്റായിട്ട് നിസ്കരിക്കണം. നമ്മൾ നിസ്കരിക്കാറുമുണ്ട്. നിസ്കരിക്കാത്തവർക്ക് അല്ലാഹു തആല നിസ്കരിക്കാനുള്ള തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പോൾ നമ്മുടെ മനസ്സിനൊരു വിഷമം ഉണ്ടാവാണ്. നമ്മൾ വലിയൊരു പ്രതിസന്ധി ഉണ്ടായ സന്ദർഭത്തിൽ നമുക്കൊന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത്. നമ്മൾ ചെന്ന് വുളുവൊക്കെ ചെയ്ത് നല്ല രൂപത്തിൽ കഴുകേണ്ട അവയവങ്ങളൊക്കെ വെള്ളം ഒലിപ്പിച്ച് രൂപത്തിൽ കഴുകി നല്ല മിസ്വാക്കൊക്കെ ചെയ്ത് നല്ല ശുദ്ധിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് അത്രയൊക്കെ പൂശി അള്ളാഹിൻ്റെ മുമ്പിൽ നിയ്യത്തൊക്കെ വച്ച് തക്ബീറത്തുൽ ഇഹ്റാമൊക്കെ ചൊല്ലി അങ്ങോട്ട് കൈ കെട്ടിയിട്ട് ഓതുന്ന ഫാത്തിഹയിലും സൂറത്തിലും എല്ലാം നല്ല ശ്രദ്ധയോടെ കോൺസെൻട്രേഷനോടുകൂടെ ഒന്ന് നിസ്കരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പോവാത്ത ടെൻഷനില്ല. ആ നിസ്കരിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു പ്രത്യേകമായ ആത്മീയമായ അനുഭൂതിയും ഒരു പ്രത്യേകമായ കുളിരൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ഈ പ്രശ്നങ്ങളൊന്നുമല്ല എന്ന് തോന്നിപ്പോകാറുണ്ട്. പടച്ചോൻ എന്നെ സഹായിച്ചതുപോലെ നമുക്ക് തോന്നിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. ആഖിറത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചോദിക്കുന്നത് നിസ്കാരത്തെ പറ്റിയാണ്. നിസ്കാരത്തിൻ്റെ ഗൗരവം വലുതാണ്. അത് ദുനിയവിയായിട്ടും ആത്മീയമായിട്ടും വലിയ പുരോഗതിയാണ് അതുകൊണ്ടുണ്ടാവുക. നമ്മുടെ ടെൻഷനുകൾ മനുഷ്യൻ്റെ ബ്രെയിൻ തലയുടെ ഭാഗത്താണ്. ആ തല എന്താണ് നമ്മുടെ മണ്ണിലേക്ക് കുത്തുമ്പോൾ ആ ഭൂഗുരുത്വ ബന്ധമുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ടെൻഷനുകളൊക്കെ പോകും. ശാസ്ത്രലോകം പറയാണ് അത് നല്ല കോൺസെൻട്രേഷനോട് കൂടി ആകുമ്പോഴാണെങ്കിൽ കൂടുതൽ അതിന് ഗുണം ചെയ്യും. അപ്പോൾ നിസ്കാരമായിട്ട് ഒരു ബന്ധമുണ്ടായിക്കഴിഞ്ഞാൽ പടച്ചോനുമായിട്ടൊരു വലിയൊരു ബന്ധമാണ്. അപ്പോൾ നമ്മൾ ചെറിയ പ്രശ്നങ്ങൾക്കോ വലിയ പ്രശ്നങ്ങളായാലും പതറിപ്പോവില്ല. നമുക്ക് പയ്യെ നമ്മൾ അതിനെ നേരിടാനുള്ളൊരു കുവ്വത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇൻഷാ അല്ലാഹ് നിസ്കാരം നിലനിർത്താൻ അല്ലാഹു തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് നല്ല ശ്രദ്ധയോടുകൂടെ ആകുമ്പോൾ അതിലേക്ക് ലയിച്ചിട്ട് ചെയ്യുമ്പോഴാണ് അതിനൊരു മാധുര്യം കിട്ടുക. ചിലർ നമ്മുടെയൊക്കെ നിസ്കാരങ്ങൾ പലതും പല സമയത്തും തെറ്റിപ്പോകാറുണ്ട്. നമ്മളതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ പല ചിന്തകളും വരും, അനാവശ്യമായ ചിന്തകൾ. ചില ഓർക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഓർക്കും. മറന്ന കാര്യങ്ങൾ വരെ നിസ്കാരത്തിൽ വരാറുണ്ട്. ചില ഉമ്മമാർ പറയണ കേൾക്കാം, ഞാൻ എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിസ്കരിക്കാൻ റക്അത്ത് നിസ്കരിക്കുക, അപ്പോൾ എനിക്ക് ഓർമ്മ വരും. ആ രൂപത്തിലാവരും നമ്മുടെ നിസ്കാരം. നിസ്കരിക്കുന്ന സമയത്ത് ഇബ്ലീസ് അപ്പോൾ തന്നെ എന്തെങ്കിലും ചിന്ത കൊണ്ടുവന്ന് മനസ്സ് മാറ്റാൻ നോക്കും. അപ്പോൾ തന്നെ നമ്മൾ പതറാതെ പിന്നെ നമ്മൾ ആ നല്ല ചിന്തയെ നിസ്കാരത്തിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ പിന്നെയും വരും. പിന്നെ അങ്ങനെ ഒരു പോരാട്ടം വരും. അതിന് കുറേ തവണ അങ്ങനെ നമ്മൾ മനസ്സ് തളരാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് നിസ്കാരത്തിൽ ശ്രദ്ധ കൊണ്ടുവരാൻ കഴിയും. നിസ്കാരത്തിന് മുമ്പായിട്ട് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാം. അങ്ങനെയൊക്കെയാണ് നിസ്കാരത്തിൽ വളരെ ശ്രദ്ധ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നിസ്കാരം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിന് വലിയ തണുപ്പാണ്, ഒരു ആശ്വാസമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് 5 വഖത്ത് നിസ്കാരം നിലനിർത്താനും സുന്നത്തുകളെല്ലാം നിർവഹിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.